പുലർച്ചെ ഉണ്ടായ തീപിടുത്തത്തിൽ 2 വാഹനങ്ങളും വിറകുപുരയും കത്തിനശിച്ചു. കുണിഞ്ഞി സ്വദേശി മാത്യുവിന്റെ സ്വിഫ്റ്റ് ഡിസയർ കാറും സ്കൂട്ടറും വിറകുപുരയുമാണ് കത്തിനശിച്ചത്. തൊടുപുഴയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനാ സംഘമാണ് തീയണച്ചത്. കുണിഞ്ഞി സ്വദേശി പഴയമ്പാറ വീട്ടിൽ മാത്യുവിന്റെ വീടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വിറകുപുരയ്ക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന സ്വിഫ്റ്റ് ഡിസയർ കാറിന് ആദ്യം തീപിടിക്കുകയായിരുന്നു. ഇത് പിന്നീട് വിറകുപുരയിലേക്കും അവിടെ സൂക്ഷിച്ചിരുന്ന ഏകദേശം 30 കിലോ ഒട്ടുപാലിലേക്കും പടർന്നു. പുലർച്ചെയായതിനാൽ സംഭവം വീട്ടുകാരുടെ ശ്രദ്ധയിൽ ആദ്യം പെട്ടില്ല. പിന്നീട് വിവരമറിഞ്ഞപ്പോഴേക്കും തീ വലിയ രീതിയിൽ പടർന്നു കഴിഞ്ഞിരുന്നു. വീട്ടുകാർ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് തൊടുപുഴയിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജു പി തോമസിന്റെ നേതൃത്വത്തിൽ 2 യൂണിറ്റ് സേനാംഗങ്ങളാണ് സ്ഥലത്തെത്തിയത്. തീപിടുത്തമുണ്ടായതിന്റെ തൊട്ടടുത്തേക്ക് സേനയുടെ വാഹനം എത്തിച്ചേരാൻ കഴിയുമായിരുന്നില്ല. എങ്കിലും സേനാംഗങ്ങൾ കഠിനമായി പരിശ്രമിച്ച് തീ അണച്ചു. കത്തിക്കൊണ്ടിരുന്ന കാറിലെയും ബൈക്കിലെയും തീ അണയ്ക്കുന്നതിനൊപ്പം തന്നെ വിറകുപുരയിലേക്കും ഒട്ടുപാലിലേക്കും പടർന്ന തീ കൂടി അണച്ചു. തീയുടെ കാഠിന്യം മൂലം വിറകുപുരയുടെ മേൽക്കൂര ഉൾപ്പെടെ കത്തിനശിച്ചു. സേനയുടെ അതിവേഗത്തിലുള്ള ഇടപെടൽ മൂലമാണ് സമീപത്തുണ്ടായിരുന്ന വീട്ടിലേക്ക് തീ പടരാതിരുന്നത്. വാഹനത്തിന് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. കാറ്, ബൈക്ക്, വിറകുപുര, ഒട്ടുപാൽ എന്നിവ കത്തിനശിച്ച് ഏകദേശം 3.70 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായി കണക്കാക്കും. സീനിയർ ഫയർ ഓഫീസർ ഉബാസ് കെ.എ, ഫയർ ഓഫീസർമാരായ ഷിബിൻ ഗോപി, ജെയിംസ് നോബിൾ, സന്ദീപ് വി, ഫ്രിജിറ്റ് എഫ്.എസ്, ലിബിൻ ജെയിംസ്, ഹോംഗാർഡുമാരായ മാത്യു ജോസഫ്, ബെന്നി എം.പി, കെ.എസ്. അബ്ദുൽ നാസർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്.